നമ്മുടെ കഴുത്തിന് ചുറ്റും ഉണ്ടാവുന്ന കറുപ്പ് നിറം മാറ്റാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ ഇത്. നിങ്ങൾ ഒന്നോ രണ്ടോ തവണ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് കമന്റിലൂടെ ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്, എന്താണ് വീഡിയോ കറക്റ്റായിട്ട് ഇടാത്തത്, ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും കറക്റ്റായിട്ട് വീഡിയോ ഇടണേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വയ്യാത്തതുകൊണ്ടാണ്. ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഹെയർ കെയർ ആയിട്ട് സ്കിൻ കെയർ ആയിട്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വീട്ടിലെല്ലാവർക്കും വയ്യാണ്ടിരിക്കാനായിട്ട് അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല, എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ആരോഗ്യമില്ല, അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഹെൽത്ത് ഓക്കെ ആയി കഴിഞ്ഞാൽ എന്തായാലും ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് വീഡിയോസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിൻ കെയർ വീഡിയോ ആണ്. കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറ്റിയെടുക്കാനും കണ്ണിനടിയിലെ കറുപ്പ് നിറം മാറ്റിയെടുക്കാനും പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 റെമഡീസ് ആണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയതാണ്. അപ്പോൾ എപ്പോഴും നാച്ചുറൽ റെമഡീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും എന്താണ് പറയുക, നമുക്ക് പിന്നെ നാച്ചുറൽ റെമഡിയാണ്, നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല, കുറച്ച് അധികം നാൾ ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ് ഞാൻ എപ്പോഴും പറയുക. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ഇൻസ്റ്റന്റ് അല്ലെങ്കിലും ഒരു 1-2 തവണ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എനിക്കിന്ന് അത് ചെയ്ത് കാണിക്കാനുള്ള ഒരു ആരോഗ്യമില്ല, എങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിലെ വിഷ്വൽസ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് കുറേ ഡൗട്ടുകളുണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം എന്ന് പറയുമ്പോൾ കഴുത്തിന് ചുറ്റും മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ കൈമുട്ടിൽ കറുപ്പ് നിറം ഉണ്ടെങ്കിൽ, കാൽമുട്ടിൽ ഉണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ കക്ഷത്തിലൊക്കെ കറുപ്പ് നിറം ഉണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാട്ടോ, നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ കണ്ണിനടിയിലെ തടിപ്പ്, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറമൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ, ഇത് നല്ല പാക്ക് ആണോ എന്ന് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോ ഏകദേശം ഒരു 30 ലക്ഷം പേരൊക്കെ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്, 30 ലക്ഷം വ്യൂസ് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള കമൻറ്റ് സെക്ഷൻ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ഒരുപാട് പേര് അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതിനകത്ത് ഡൗട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ആ വീഡിയോ ഇടാതെ ഞാൻ ഒന്നും കൂടി ആ വീഡിയോ റീക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നും നമ്മൾ പറമ്പിലിരുന്നുകൊണ്ട് തന്നെയാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റിയ റെമഡി ഞാൻ ആദ്യം പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പഴയ വീഡിയോയിലെ വിഷ്വൽ ഞാൻ സൈഡിൽ കാണിക്കാം, പിന്നെ ഞാൻ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു റെമഡി നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം സ്ക്രബിങ്, അത് കഴിഞ്ഞിട്ട് പാക്ക്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡെയിലി ചെയ്യരുത്, ഒരു 2 ദിവസം കൂടുമ്പോഴോ 3 ദിവസം കൂടുമ്പോഴോ ഒക്കെ നിങ്ങൾ ചെയ്താൽ മതി, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം സ്ക്രബ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വേണ്ടത് കാപ്പിപ്പൊടിയാണ് കേട്ടോ. കാപ്പിപ്പൊടി ഇവിടെ 1 സ്പൂൺ അളവിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൂടുതലായിട്ട് കാപ്പിപ്പൊടിയൊക്കെ വേണം, കൂടുതലായിട്ട് നിങ്ങൾക്ക് സ്ക്രബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതലായിട്ട് കാപ്പിപ്പൊടി നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാപ്പിപ്പൊടിയിലേക്ക് നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ കാപ്പിപ്പൊടി നമ്മളിപ്പോൾ എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെ നിങ്ങൾ പഞ്ചസാര എടുക്കുക. 1 സ്പൂൺ കാപ്പിപ്പൊടി ആണെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചേർക്കാം. പിന്നെ ഇത് മിക്സ് ചെയ്യാനായിട്ട് ഇവിടെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെള്ളമാണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് തിക്കായിട്ട് പിന്നെ മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. നമുക്കൊരു വാങ്ങിക്കുമ്പോൾ സ്ക്രബ് എങ്ങനെയാണ് കിട്ടുക ആ ഒരു രീതിയിൽ കുറച്ച് തിക്കായിട്ട് തന്നെ നിങ്ങളിത് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് കഴുത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. കഴുത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് കഴുത്തൊക്കെ നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കഴുത്തിൽ ഇപ്പോൾ ഫ്രണ്ടിലാണോ ബാക്കിലാണോ എവിടെയാണോ കൂടുതലായിട്ട് കറുപ്പ് നിറം ഉള്ളത് അവിടെ നിങ്ങൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സ്ക്രബ് നന്നായിട്ട് തേക്കുക, എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ അവിടുത്തെ സ്കിന്നൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവട്ടോ. കഴുത്തിൻ്റെ അവിടേക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കുമല്ലോ, അപ്പോൾ ഇങ്ങനെ ബാക്ക് വശമൊക്കെ നല്ല ഹാർഡ് ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റ് ആവും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊരു 3 മിനിറ്റ് നേരം അല്ലെങ്കിൽ 4 മിനിറ്റ് നേരം അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളൊരു തുണി നനച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. എന്തായാലും നമ്മൾ അടുത്ത പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അപ്പോൾ കഴുകേണ്ട ആവശ്യമില്ല, നന്നായിട്ട് അതൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. പിന്നെ അടുത്തത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പാണ് കേട്ടോ. നമ്മൾ ഇന്ന് കഴുത്തിലിടാൻ വേണ്ടിയിട്ട് ഒരു പാക്ക് തയ്യാറാക്കാൻ പോവുകയാണ്. ഈ പാക്കാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന പാക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കാപ്പിപ്പൊടി തന്നെയാണ് കേട്ടോ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ കാപ്പിപ്പൊടി 1 സ്പൂൺ അളവിൽ എടുക്കുക. നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ 2 സ്പൂണൊക്കെ എടുക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞളാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു 1/4 സ്പൂൺ
അളവിൽ മഞ്ഞൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾ ഓപ്ഷണലാണ് കേട്ടോ. മഞ്ഞൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിന്നിന് അലർജി ഉള്ളവർക്കാണെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ പാക്കിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ ഉപയോഗിക്കരുത്, ബേക്കിംഗ് സോഡയാണ് നമ്മൾ സ്കിന്നിലേക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഒരു പിഞ്ച് അളവിൽ കേട്ടോ, ഒരു 1/4 സ്പൂൺ അല്ലെങ്കിൽ 1/4 സ്പൂണിൽ കുറവാണെങ്കിൽ കുഴപ്പമില്ല, ഒരു പിഞ്ച് അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആ ഒരു അളവിൽ നിങ്ങൾ ബേക്കിംഗ് സോഡ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അടുത്ത് എടുക്കുന്നത് ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ ഒരെണ്ണം മൊത്തമായിട്ട് വേണ്ട, ഒരു കഷ്ണം മതി കേട്ടോ. ഒരു കഷ്ണത്തിന്റെ ജ്യൂസ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, നിർബന്ധമായിട്ട് നിങ്ങൾ ചേർക്കേണ്ടതാണ് ചെറുനാരങ്ങയുടെ നീര്. അതും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബേക്കിംഗ് സോഡയിലേക്ക് ചെറുനാരങ്ങ ചേർക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് പതഞ്ഞ് പൊന്തി വരും കേട്ടോ. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് തൈരാണ്. അപ്പോൾ തൈര് ഉപയോഗിക്കുന്നതാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. അപ്പോൾ തൈര് തന്നെ എടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല പുളിപ്പുള്ള കട്ട തൈരൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ തൈരിന് ഇത്ര അളവ് എന്നൊന്നുമില്ല, നിങ്ങൾക്ക് പാക്ക് മിക്സ് ചെയ്യാൻ എത്രമാത്രം തൈര് വേണോ അതിനനുസരിച്ച് നിങ്ങൾ തൈര് ചേർത്ത് പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കഴുത്തിലേക്ക് ഉപയോഗിക്കാനുള്ള പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്, ബേക്കിംഗ് സോഡ അങ്ങനെ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ളത്. സ്കിന്നിലേക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കാണിച്ചു തന്ന ആ ഒരു അളവിൽ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. നല്ലതാണല്ലോ, വേഗം കറുപ്പ് നിറം പോട്ടെ എന്നൊക്കെ വെച്ചിട്ട് കൂടുതലായിട്ടൊന്നും ഉപയോഗിക്കരുത്. ആ ഒരു പിഞ്ച് അളവ് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു അളവിൽ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ എവിടെയെങ്കിലും ഒന്ന് തേച്ച് നോക്കിയിട്ട് അലർജിയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്കത് വേഗം കഴുത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കഴുത്തൊക്കെ നമ്മൾ സ്ക്രബൊക്കെ ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കഴുത്തിൽ മൊത്തമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കഴുത്തിൽ ഇപ്പോൾ കറുപ്പ് നിറം ഉള്ളവിടെ മാത്രമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ കഴുത്തിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി കഴുത്തിൽ മാത്രമല്ല കൈമുട്ടിലോ കക്ഷത്തിലൊക്കെ ഉപയോഗിക്കണേ അങ്ങനെ ഉപയോഗിക്കട്ടെ. അവിടെയൊക്കെ കറുപ്പ് നിറം നിങ്ങൾക്കൊരു പ്രശ്നമായിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം അവിടെയൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു തിക്ക് ലെയർ ആയിട്ട് തന്നെ നിങ്ങൾ പാക്ക് തേച്ച് കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെക്കണം കേട്ടോ. ഈ പാക്ക് ഡ്രൈ ആവുന്ന ഒരു സമയം വരെ അങ്ങനെ തന്നെ വെക്കണം. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ പാക്ക് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ. ഡ്രൈ ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 20 മിനിറ്റ് നേരം വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സമയമല്ല നോക്കേണ്ടത്, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള പാക്ക് ഡ്രൈ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കഴുകാം. കഴുകുന്ന സമയത്ത് നിങ്ങൾ ചെറിയൊരു മസാജും കൂടി കൊടുത്തിട്ട് കഴുകുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ നേരത്തെ നാരങ്ങയുടെ നീരെടുത്തില്ലേ, അതിൻ്റെ ആ ഒരു തോട് ബാക്കി ഉണ്ടാവില്ല, അത് ഉപയോഗിച്ചിട്ടൊന്ന് മസാജ് ചെയ്യണമെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല, പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ പാക്ക് ഒന്ന് വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് ഈ നാരങ്ങയുടെ തൊണ്ട് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ കഴുകി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ വലിയ രീതിയിൽ കറുപ്പ് നിറമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അതിൽ വരുന്ന ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ചെറിയ രീതിയിലുള്ള ഒരു കരിവാളിപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. വലിയ രീതിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു 2 തവണയൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ശരിക്കും അറിയാൻ വേണ്ടി പറ്റുള്ളൂ. എൻ്റെ കഴുത്തിൽ അന്നും ആരോ കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പിന്നെ കഴുത്തിൽ കറുപ്പ് നിറം ഉള്ളവരെ കൊണ്ട് കാണിക്കണ്ടേ എന്നുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരാളെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ കഴുത്തിൽ തന്നെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ബോഡി ലോഷനൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും ആ ലോഷൻ നിങ്ങളുടെ കഴുത്തിലൊന്ന് തേച്ച് കൊടുക്കട്ടെ. എവിടെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്തത് അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കൊരു 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴോ ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു 2 തവണ വെച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ അന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത് ചെയ്ത സമയത്ത് ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, ഇത് നമുക്ക് ഫേസിൽ ഉപയോഗിച്ചൂടെ, കരിവാളിപ്പൊക്കെ മാറ്റാൻ വേണ്ടി ഉപയോഗിച്ചൂടെ എന്നുള്ളത്. ഫേസിൽ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. കാരണം ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ. ബേക്കിംഗ് സോഡ ഒരുപാട് പേര് ഫേസിൽ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഒരിക്കലും ആരും അത് ഫേസിലേക്ക് ഉപയോഗിക്കരുത്. കാരണം നമ്മുടെ ഫേസിലെ സ്കിൻ എന്നൊക്കെ പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മൾ കഴുത്തിലൊക്കെ ആകുമ്പോൾ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ കഴുത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഫേസിലേക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഫേസിലേക്ക് നിങ്ങളിത് ഉപയോഗിക്കരുത്. കഴുത്തിൽ ഉപയോഗിക്കാം, കൈമുട്ടിൽ ഉപയോഗിക്കാം, കാൽമുട്ടിൽ ഉപയോഗിക്കാം, പിന്നെ നമ്മുടെ കക്ഷത്തിലൊക്കെ ഉപയോഗിക്കണേ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ വലിയ രീതിയിൽ കറുപ്പ് നിറമുണ്ട്, അത് മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ കഴുത്തിലെ കറുപ്പ് നിറം മാറാനുള്ള കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് കണ്ണിനടിയിലെ കറുപ്പ് നിറം മാറാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വിഷ്വൽ ഞാൻ കാണിക്കുന്നില്ല, എങ്കിലും ഞാൻ പറഞ്ഞു തരാം കേട്ടോ, നിങ്ങൾക്കത് വ്യക്തമാവും. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള റെമഡിയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ കണ്ണിന് താഴെയുള്ള
കറുപ്പ് നിറം മാറ്റാൻ ഏറ്റവും നല്ലത് കാപ്പിപ്പൊടി തന്നെയാണ് കേട്ടോ. ഞാൻ എപ്പോഴും കാപ്പിപ്പൊടി വെച്ചിട്ടുള്ള കളികളാണ് മൊത്തത്തിൽ. കാരണം എൻ്റെ സ്കിന്നിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത്, ഏറ്റവും റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കാപ്പിപ്പൊടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കാപ്പിപ്പൊടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1 സ്പൂൺ അളവിൽ കാപ്പിപ്പൊടി എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. വേറെ ഒന്നും നിങ്ങൾ അതിനകത്തേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. പാല് സ്കിന്നിന് എന്തെങ്കിലും അലർജി ഉള്ളവരാണെങ്കിൽ അലോവേറ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കാപ്പിപ്പൊടിയും പാലും എടുത്താൽ മതി. 1 സ്പൂൺ കാപ്പിപ്പൊടി എടുക്കുക. അതിനകത്തേക്ക് 1 സ്പൂൺ പാല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കണ്ണിൻ്റെ താഴെ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. കണ്ണിൻ്റെ മുകളിൽ തേക്കണേ മുകളിൽ തേക്കാം, കണ്ണിൻ്റെ ഉള്ളിലേക്ക് കാപ്പിപ്പൊടി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. മൊത്തമായിട്ട് കണ്ണിൻ്റെ ചുറ്റും തേച്ചിട്ട് ഒരു പാക്കായിട്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അതുപോലെ തന്നെ വെക്കുക. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളത് തുടച്ചെടുത്ത് കഴിഞ്ഞിട്ട് കഴുകട്ടോ. അല്ലെങ്കിൽ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലേക്ക് മൊത്തത്തിൽ കാപ്പിപ്പൊടി പോകും. ഒരു പ്രാവശ്യം ചെയ്തിട്ട് എനിക്ക് പണി കിട്ടിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് നിറം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെമഡിയാണ്. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ താഴെ വരുന്ന ഇങ്ങനെ തടിപ്പില് പഫിനെസ് ഒക്കെ ഉണ്ടാവില്ലേ, അത് മാറ്റിയെടുക്കാൻ എന്താണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഐ ക്രീം തയ്യാറാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഐസ്ക്രീം അല്ല, ഐ ക്രീം ആണ് കേട്ടോ. അപ്പോൾ ഒരു ഐ ക്രീം നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ്. നമ്മൾ പുറമേയൊക്കെ പോയിട്ട് ഒരു ഐ ക്രീം ഒക്കെ വാങ്ങുന്ന നല്ല വിലയാണ് കേട്ടോ. ഏറ്റവും നല്ലത് നമുക്ക് പറ്റുന്ന ഒരു ഐ ക്രീം തയ്യാറാക്കാം. ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഐ ക്രീം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ കുറച്ച് അലോവേറ എടുക്കുക. അതിനകത്തേക്ക് കുറച്ച് തേന്, 1 സ്പൂൺ അലോവേറയാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ നിങ്ങൾ തേൻ ചേർക്കുക. തേൻ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കി വെക്കുക കേട്ടോ. നമ്മൾ വാങ്ങിക്കുന്ന അലോവേറ ആണെങ്കിൽ നമുക്കത് എന്താ പറയുക, ബോട്ടിലാക്കിയിട്ട് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങൾ ഫ്രഷ് അലോവേറയാണ് എടുക്കുന്നെങ്കിൽ മാത്രം നിങ്ങളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. 1 ആഴ്ച 2 ആഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ക്രീം ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്നതന്നെ ആയിരിക്കും. അപ്പോൾ അതൊരു കുഞ്ഞു ബോട്ടിലാക്കി വെച്ചിട്ട് അത് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും നന്നായിട്ട് തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കട്ടെ. ഈ ഒരു പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ഐ ക്രീം ഉപയോഗിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ണിനടിയിലെ കറുപ്പ് നിറം മാറാനും ഇത് നന്നായിട്ട് സഹായിക്കും. കണ്ണിനടിയിലുള്ള ആ തടിപ്പൊക്കെ മാറിയിട്ട് കണ്ണിന് നല്ലൊരു കുളിർമയൊക്കെ കിട്ടാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്, അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ 2 റെമഡീസ് പറഞ്ഞു തന്നിട്ടുണ്ട്. 2 റെമഡീസ് അല്ല, ഐ ക്രീമും കൂടിയിട്ട് ഞാൻ 3 എണ്ണം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കഴുത്തിന് ചുറ്റും ഇടാൻ പറ്റിയതും പിന്നെ നമുക്ക് കണ്ണിനടിയിൽ ഇടാൻ പറ്റിയ പാക്കും പറഞ്ഞു തന്നിട്ടുണ്ട്, ക്രീമും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്നവരാണ്, ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് 1 ആഴ്ച 2 ആഴ്ചയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. ഇത് ചെയ്ത് കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ചെയ്തത് തന്നെ ഒന്നും കൂടി വ്യക്തമായിട്ട് കാണിച്ചു തരണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിപ്പോൾ കാണിക്കാനുള്ള ഒരു ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത്. അപ്പോൾ പറ്റുന്നവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ റിസൾട്ട് അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. ഉറപ്പായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.